ബാങ്ക് ദേശസാൽക്കരണ വാരാചരണത്തോടനുബന്ധിച്ച് ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് സ്റ്റാഫ് ആൻഡ് റിട്ടയറീസ് സംഘടനയുടെ നേതൃത്വത്തിൽ പാലക്കാട് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. എ. പ്രഭാകരൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ഒരുപടി പ്രമാണിമാരെ കേന്ദ്രീകരിക്കുകയും പ്രമാണിമാരുടെ ഉന്നമനത്തിനും വളർച്ചയ്ക്കും വേണ്ടി അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ തികച്ചും രാഷ്ട്രീയപരമായ ചില കാരണങ്ങൾ കൊണ്ടാണ് 1969 പ്രധാനപ്പെട്ട ഒരു തീരുമാനം അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയത്. കോൺഗ്രസ് കുറക്കാലം 1952 തെരഞ്ഞെടുപ്പ് മുതൽ അധികാരത്തിൻ്റെ കുത്തക കോൺഗ്രസിനായിരുന്നു. മെല്ലെ 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 ആ ഭരണ സംവിധാനം ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെടുകയും സാർവത്രികമായി അഴിമതിയും ജനവിരുദ്ധ നയങ്ങളും തുടരാൻ നിർബന്ധിതരായ ഒരു ഘട്ടത്തിൽ രാജ്യത്തെ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സജീവമായി പ്രവർത്തിച്ച, അതിന് നേതൃത്വം കൊടുത്ത ത്യാഗവൈര്യന്മാരായ നേതാക്കന്മാർ ഇനി നിങ്ങളോടൊപ്പം ഒന്നിച്ചു പോകാൻ കഴിയില്ല എന്ന് അവരെ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് രണ്ടായി പിളരുകയും ചെയ്തു. ഭരണപാർട്ടി പ്രധാനപ്പെട്ട നേതാക്കന്മാർ, അതിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത കോൺഗ്രസിൻ്റെ ഒരു നേതാവെന്ന് പറയുന്നത് കാമരാജാണ്. പിന്നെ നിജലിംഗപ്പ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ നേതാക്കന്മാർ. ബെഫി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സജി വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തിയ പരിപാടിയിൽ VS കൃഷ്ണൻ അധ്യക്ഷനായി. K. സതീഷ്, IM സതീശൻ, KN വാസുദേവൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. KP മോഹൻദാസ് സ്വാഗതവും KC പ്രവീൺ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.